ഒരിടത്ത് നല്ല തടിയനായൊരു കുരങ്ങൻ താൻ തന്നെ അവിടുത്തെ രാജാവെന്ന ഭാവത്തിൽ കാലിന്മേൽ കാല് കയറ്റിവെച്ച് ചുറ്റും നോക്കി എല്ലാവരുടെയും എല്ല് ഞാൻ ഒടിക്കും. അപ്പോഴാണ് ഒരു അണ്ണാറക്കണ്ണൻ പാട്ടുപാടി തുള്ളിച്ചാടി വന്നത്. അണ്ണാനെ കണ്ടപ്പോൾ ഇത്രയും വലിയ കട്ടൗട്ട് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പേടിയുമില്ലാതെ എന്റെ മുന്നിലാണോ നിന്റെ കളി? നിനക്കുള്ളത് ഞാൻ തരുന്നുണ്ട്. കുരങ്ങൻ അണ്ണാന്റെ നേരെ നോക്കി. 3 പരിപ്പുള്ള നിലക്കടല. നാളത്തെ അണ്ടിപ്പരിപ്പാണ് ഈ കടലകൾ. ഇതിനെ പള്ളിയെന്നോ കടലയെന്നോ എന്ത് പേര് വിളിച്ചാലും രുചി ഒന്ന് തന്നെയാണ്. തിന്നു തുടങ്ങിയാൽ നിർത്താൻ കഴിയില്ല. അണ്ണാൻ ആ കപ്പലണ്ടിയെടുത്ത് തന്റെ മാളത്തിൽ ഒളിപ്പിച്ച് തിരിച്ചു വരുമ്പോൾ, ഏയ് ഇങ്ങോട്ട് വാ. അണ്ണാൻ ചാടി ചാടി കുരങ്ങന്റെ അടുത്തേക്ക് ചെന്നു. എല്ല് ഞാൻ ഒടിക്കും. ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? എനിക്കറിയില്ലെന്നോ സുഹൃത്തെ. ലങ്ക ഒന്ന് കണ്ടുവരാൻ പറഞ്ഞപ്പോ അത് ചുട്ടുകരിച്ചു വന്ന വംശക്കാരല്ലേ നിങ്ങൾ? എന്താ നീ പറഞ്ഞത്? അതേ സുഹൃത്തെ, ഹനുമാൻ സ്വാമി ലനങ്ക കാണാൻ പോയപ്പോൾ അത് ചുട്ടുകരിച്ചാണല്ലോ വന്നത്. നിങ്ങൾ അദ്ദേഹത്തിന്റെ വംശക്കാരാണല്ലോ. കുരങ്ങൻ വലിയ അഹങ്കാരത്തോടെ പറഞ്ഞു. ശരിയാണ്, അതൊക്കെ പോട്ടെ. നീ എന്തിനാ പണിയൊന്നുമില്ലാതെ ഇങ്ങനെ തെണ്ടിത്തിരിയുന്നത്? ഞാൻ വെറുതെ തിരിയുകയല്ല. എന്റെ നാവിൽ പാട്ടുണ്ട്, എന്റെ ഓട്ടത്തിൽ പണിയുണ്ട്. ഞാൻ ഒത്തിരി ഭക്ഷണം ശേഖരിക്കുകയാണ് സുഹൃത്തെ. ഹൂ, ഒത്തിരിയെന്നോ? നീ ഇത്രയല്ലേ ഉള്ളൂ? എടാ കുഞ്ഞണ്ണ, നിനക്കെന്തിനാ ഇത്രയധികം ഭക്ഷണം? എനിക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ചേർന്ന് കഴിക്കാം. ആരാണാ എല്ലാവരും? നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ. പാവ ഉറുമ്പുകളുണ്ട്. അവർ ഈ കടലയിൽ തുളയുണ്ടാക്കി ഉള്ളിലെ പരിപ്പ് തിന്നും. ഞാൻ ഈ ഇലകൾ ശേഖരിക്കുന്നത് മുയൽ സുഹൃത്തുക്കൾക്ക് കഴിക്കാനാണ്. അങ്ങനെ എല്ലാവരുടെയും വയർ നിറയും. അവരൊക്കെ ആരാ? ഇവിടെ എല്ലാവരും എനിക്ക് വേണ്ടിയാണ് പണിയെടുക്കേണ്ടത്. എന്നെ സേവിക്കണം. എന്റെ മുന്നിൽ കുനിഞ്ഞു വണങ്ങണം. തെറ്റാണ്, വലിയ തെറ്റാണ്. എന്നെ തെറ്റി പറയുന്നോ നീ? നിന്റെ എല്ല് ഞാൻ ഒടിക്കും. നിന്നെ ഞാനിപ്പോൾ ഞെരിച്ചു കളയും. ഇതിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ചിലർ ഗമയെന്നും പറയും. ഏയ്, നീ ഇപ്പോൾ എന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയോ? നിന്റെയൊക്കെ യോഗ്യത എന്താണ്? സുഹൃത്തെ, സത്യമാണ്. നിങ്ങളുടെ ശക്തിക്ക് മുന്നിൽ ഞാൻ ഒന്നുമല്ല. എങ്കിലും എന്റെ പൂർവികരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ലങ്കയിലേക്ക് പോകാൻ കടലിൽ രാമസേതു നിർമ്മിച്ചപ്പോൾ ഭഗവാൻ ശ്രീരാമൻ എന്നെ എടുത്ത് തലോടിയിരുന്നു. എന്റെ പുറത്തുള്ള ഈ വരകൾ ഭഗവാൻ വരച്ചതാണ്. എന്നിട്ടിപ്പോൾ പൂർവികരുടെ പേരും പറഞ്ഞ് ഗമ കാണിക്കുകയാണോ? ഗമ കാണിക്കാനല്ല സുഹൃത്തെ, സേവനത്തിൽ വിശ്വസിക്കാനാണ്. മറ്റുള്ളവരെ സഹായിക്കാനാണ്. എഹേ, നിന്റെ വെറുതെയിട്ടുള്ള വർത്തമാനം നിർത്ത്. ഇവിടെ എന്റെ വാക്കേ നടക്കൂ. ഞാൻ പറയുന്നത് നീ കേൾക്കണം. എന്റെ മുന്നിൽ ആർക്കും നിൽക്കാൻ കഴിയില്ല. സിംഹമായാലും അതിന്റെ വാല് തിരിക്കാൻ എനിക്ക് ശക്തിയുണ്ട്. ഇനി ഞാൻ പറയുന്നത് നിങ്ങളുടെ ചെവിയിൽ കയറില്ല. എന്തു പറഞ്ഞു? എല്ലാവരെയും ശരിയാക്കുമെന്ന് പറയുന്ന നിങ്ങളോട് ഞാൻ എന്തു പറയാനാണ് സുഹൃത്തെ? സുഹൃത്തല്ല, ഞാനാണ് പ്രഭു. ഞാനാണ് രാജാവ്. ശരി പ്രഭു, എന്നാൽ ഞാൻ പോട്ടെ. പോയിക്കോ. രാത്രി കഴിഞ്ഞ് നേരം വെളുത്തു. കുരങ്ങൻ അപ്പോഴും പഴയ അതേ ഗമയിൽ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് എവിടെ നിന്നോ വന്നൊരു കല്ല് കുരങ്ങന്റെ തലയിൽ കൊണ്ടത്. വേദനയോടെ നിലവിളിച്ച് കുരങ്ങൻ താഴെ വീണു. രക്ഷിക്കലേ, ആരെങ്കിലും എന്നെ രക്ഷിക്കലേ! അണ്ണാൻ വേഗം കുരങ്ങന്റെ അടുത്തേക്ക് ഓടി വന്നു. അയ്യോ, ഇതെന്താ സുഹൃത്തെ ഇങ്ങനെ? കണ്ടോ, ഞാൻ ആപത്തിൽപ്പെട്ടപ്പോൾ ഒരാൾ പോലും വന്നില്ല. ആര് വരാനാണ് സുഹൃത്തെ? എല്ലൊടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ പേടിച്ചെല്ലാവരും ഓടും. സേവിക്കാൻ ആര് വരും? കുരങ്ങൻ അണ്ണാനെ നോക്കി. അണ്ണാൻ പറഞ്ഞ സേവനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കുരങ്ങൻ ഓർത്തു. സാരമില്ല, ഞാനുണ്ടല്ലോ, നീ പേടിക്കണ്ട. അങ്ങനെ പറഞ്ഞുകൊണ്ട് തളർന്നുപോയ കുരങ്ങന്റെ കാലിൽ അണ്ണാൻ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. തങ്ങൾ തമ്മിൽ നടന്ന കാര്യങ്ങളെല്ലാം കുരങ്ങന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അണ്ണാൻ മുറിവിൽ മരുന്നുവെച്ച് കെട്ടി. ഇപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല, അപകടമൊന്നുമില്ല. കുരങ്ങൻ വളരെ സങ്കടത്തോടെ നോക്കി. 4 ദിവസം കൊണ്ട് നീ പൂർണ്ണ ആരോഗ്യവാനാകും. ഇല്ല, ഞാൻ രക്ഷപ്പെടില്ല. അങ്ങനെയൊന്നും പറയരുത്. മോശം വർത്തമാനം പറയല്ലേ. എനിക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല. ഇനി എനിക്ക് ആര് ഭക്ഷണം തരും?
ഞാൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? നീ എന്തിനാണ് സുഹൃത്തെ എന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്? ഇതാണ് കാര്യം. ഇന്നലെ വരെ നീ പറഞ്ഞത് എല്ലാവരും ശരിയാക്കും എന്നാണ്. ഇന്ന് എന്നെ സുഹൃത്തെ എന്ന് വിളിക്കുന്നു. ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവരും സുഹൃത്തുക്കളാണ്. പരസ്പരം സഹായിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. കുരങ്ങന്റെ കണ്ണുകൾ നിറഞ്ഞു. കൃതജ്ഞതയോടെ കൈകൂപ്പി അവൻ അണ്ണാനെ നോക്കി നിന്നു.